മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും മറ്റൊരു ഗൗരവമുള്ള ചോദ്യം കൂടി ഉയർത്തിയിരിക്കുകയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി. കുസാറ്റ് അപകടത്തിൽ അന്വേഷണം വൈകുന്നു, റിപ്പോർട്ട് തയ്യാറായില്ല. അതിനിടെ ഫെസ്റ്റിവൽ മേൽനോട്ടം വഹിക്കേണ്ട ഉദ്യോഗസ്ഥന് ശമ്പളം വർദ്ധിപ്പിച്ച് സർവകലാശാല ഉത്തരവ്. വിഷയം ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഇറങ്ങിയിരിക്കുകയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി വീണ്ടും. നവംബറിൽ കുസാറ്റിൽ നടന്ന ടെക് ഫെസ്റ്റിനോടനുബന്ധിച്ച് നടന്ന സംഗീത പരിപാടിയുടെ തിരക്കിൽപ്പെട്ട് 4 വിദ്യാർത്ഥികൾ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട അന്വേഷണം 1 മാസമായിട്ടും പൂർത്തിയായില്ലെങ്കിലും വിദ്യാർത്ഥികളുടെ പ്രോഗ്രാമിന് മേൽനോട്ടം വഹിക്കേണ്ട സ്റ്റുഡൻസ് വെൽഫെയർ ഡയറക്ടർ PK ബേബിയുടെ ശമ്പളം വർദ്ധിപ്പിച്ചുകൊണ്ട് യഥാസമയം ഉത്തരവിറക്കാൻ സർവകലാശാല സമയം കണ്ടെത്തിയെന്ന ആക്ഷേപം. 6 ലക്ഷം രൂപ ശമ്പളത്തിൽ വർധനവ് അനുവദിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റി ഉത്തരവിറക്കി. UGC സ്കീമിൽപ്പെടാത്ത അനധ്യാപിക തസ്തികയിലുള്ളവർക്ക് അസോസിയേറ്റ് പ്രൊഫസർ പദവി നൽകാൻ വ്യവസ്ഥയില്ലെങ്കിലും ചട്ടവിരുദ്ധമായി സിൻഡിക്കേറ്റ് മെമ്പർ കൂടിയായ PK ബേബിക്ക് അസോസിയേറ്റ് പ്രൊഫസർക്ക് തത്തുല്യമായ പദവി നൽകുകയായിരുന്നു. സർക്കാർ നിർദ്ദേശപ്രകാരമാണ് സർവകലാശാല ഉയർന്ന UGC ശമ്പളം അനുവദിച്ചതെന്നും എറണാകുളം ജില്ലയിലെ ഒരു മന്ത്രിയാണ് അനർഹമായ ആനുകൂല്യം അനുവദിപ്പിച്ചതിന് പിന്നിലെന്നും നേരത്തെ തന്നെ ആരോപണമുണ്ട്. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാനുള്ള 3-അംഗ കമ്മിറ്റിയിൽ PK ബേബി കൂടി ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലും പരാതിയെ തുടർന്ന് അദ്ദേഹത്തെ ഒഴിവാക്കുകയായിരുന്നു. ഡിസംബർ 1-ന് അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും 1 മാസം പിന്നിട്ടിട്ടും റിപ്പോർട്ട് നൽകാൻ കമ്മിറ്റി തയ്യാറായിട്ടില്ല. മരണപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങൾ പോലും സർവകലാശാല നൽകിയിട്ടില്ല. സിൻഡിക്കേറ്റിൽ ഈ വിഷയം ചർച്ചയ്ക്ക് ഉൾപ്പെടുത്താൻ പോലും VC തയ്യാറായിട്ടില്ല. സർവകലാശാലയുടെ ഭാഗത്തുള്ള ഗുരുതരമായ കൃത്യവിലോപം ചാൻസലർ കൂടിയായ ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി അറിയിച്ചു.